അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വീട്ടിലിരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. നല്ലതുപോലെ ശബ്ദഭംഗിയിൽ അവിടുന്ന് ഖുർആൻ ഓതുമ്പോൾ സുബ്ഹാനല്ലാഹ്, മഹാനവറുകളുടെ വീടിൻ്റെതായ മുന്നത്ത് കെട്ടിയിട്ടിരിക്കുന്ന കുതിരയുണ്ടല്ലോ, മഹാനവറുകളെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതുമ്പോൾ ആ കുതിര അവിടുന്ന് ചാടുകയാണ്, തുള്ളിച്ചാടുകയാണ്. അല്ലാഹുവേ, ഇത് കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് മഹാനവറുകൾ അവിടുന്ന് ഖുർആൻ ഓത്ത് നിർത്തി. ആ സമയത്ത് ആ കുതിരയുടെ ചാട്ടവും അവിടെ നിൽക്കുകയാണ്. അല്ലാഹുവേ, വീണ്ടും മഹാനവറുകൾ ഖുർആൻ ഓതി തുടങ്ങി. മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹു വീണ്ടും അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതുമ്പോ ആ കുതിര വീണ്ടും അവിടുന്ന് ചാടാൻ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, അത്ഭുതമെന്ന് പറയട്ടെ, ആ ഖുർആൻ അവിടുന്ന് ഓതൽ നിർത്തിയപ്പോൾ ആ കുതിരയുടെ ചാട്ടവും അവിടെ നിൽക്കുകയാണ്. അല്ലാഹുവേ, വീണ്ടും അവിടുന്ന് ഖുർആൻ ഓതുമ്പോ കുതിര ചാടുകയാണ്. മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്, എന്റെ കുഞ്ഞുമകൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. എന്റെ കുഞ്ഞുമകന്റെ മുകളിലേക്ക് കുതിര വന്ന് ചാടുമോ എന്ന് പേടിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അവിടെ അടച്ചു വെച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലാഹുവേ, ഞാനതാ ആകാശത്തേക്ക് അവിടുന്ന് നോക്കുമ്പോൾ അല്ലാഹുവേ, കാർമേഘങ്ങളുടെ ഇടയിൽ കൂടി അതാ പ്രകാശത്തിന്റെ വിളക്കുകൾ അതാ കേറി പോകുന്നതായിട്ട് ഞാൻ കാണുകയോ. അല്ലാഹുവേ, പ്രകാശത്തിന്റെ തിളങ്ങുന്ന വിളക്കുകളുണ്ടല്ലോ, ആ പ്രകാശത്തിന്റെ വിളക്കുകൾ ഇങ്ങനെ തൂക്കിയിട്ടതുപോലെ ആ മേഘത്തിന്റെ ഇടയിൽ കൂടി മുകളിലോട്ട് കടന്നു പോകുന്നത് ഞാൻ അവിടുന്ന് കണ്ടു എന്ന് മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്. ഭയപ്പെട്ടുകൊണ്ട് ഓടുകയാണ്. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അവിടുന്ന് ഓടുകയാണ്. ഹബീബായ തങ്ങളുടെ മുന്നിലേക്ക് ചെന്നിട്ട്, നബിയേ, ഞാൻ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതുകയായിരുന്നു നബിയേ. എന്റെ വീട്ടിലിരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതുന്ന സമയത്ത് അല്ലാഹുവേ, എന്റെ കുതിര അവിടുന്ന് ചാടുകയാണ്. ഞാൻ അവിടുന്ന് ഖുർആൻ നിർത്തിയപ്പോൾ അതിന്റെ ചാട്ടം അവിടുന്ന് നിന്നു. വീണ്ടും ഖുർആൻ ഓതിയപ്പോൾ വീണ്ടും ചാടി. ഞാനതാ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ മേഘപാളികൾക്കിടയിൽ കൂടി പ്രകാശിക്കുന്ന വിളക്കുകൾ കയറിപ്പോകുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടു നബിയേ. മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അവിടുന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, ഉസൈദ്, നീ ആ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ, നീ ആ ഖുർആൻ തുടർന്ന് ഓതിക്കൊണ്ടിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുകൾ നിന്റെ വീട്ടിലേക്ക് വരുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടുന്ന് മനസ്സിലാക്കൂ. അല്ലാഹുവേ, അവിടുന്ന് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നതിന്റെ മഹത്വമുണ്ടല്ലോ. സൂറത്തുർ റഹ്മാൻ അവിടുന്ന് ഓതിയാൽ, സൂറത്തുർ റഹ്മാൻ ആ മഹാനവറുകൾ അവിടുന്ന് ഓതിക്കൊണ്ടിരുന്നത്, ആ സൂറത്തുർ റഹ്മാൻ ഓതിയാൽ അല്ലാഹുവേ, റഹ്മത്തിന്റെ മലായികത്തുകൾ അവിടുന്ന് കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പല ഉമ്മമാരും സഹോദരിമാരും അവിടുന്ന് പറയുകയാണ്, ഉസ്താദേ, ഞങ്ങൾക്ക് വലിയ സൂറത്തുകളൊന്നും ഓതാൻ കഴിയില്ലോ, ഞങ്ങൾക്ക് ചെറിയ ചെറിയ സൂറത്തുകൾ മാത്രമേ അറിയുള്ളൂ ഉസ്താദ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉമ്മ, നിനക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ പഠിക്കുമോ? സമയമൊന്നുമായിട്ടില്ലല്ലോ, അസ്രായേൽ വന്ന് റൂഹ് പിടിക്കുന്ന സമയമായില്ലല്ലോ. ഉമ്മ, നിനക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പഠിക്കാമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനല്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനല്ലേ, അത് പഠിക്കാൻ കഴിയുമെങ്കിൽ നീ ഒന്ന് പഠിച്ചു. 你就多过。 അല്ലാഹുവേ, ഇന്ന് പഠിക്കുന്ന ഒരുപാട് മക്കളുള്ള നാടാണല്ലോ.
ഇൽമ പഠിക്കുന്ന ഒരുപാട് മക്കളുള്ള നാടാണല്ലോ. ആ മക്കളുടെ മുന്നിൽ പോയിരുന്നു കൊണ്ട് ഖുർആൻ പഠിക്കാൻ നിനക്കൊരു മടി വേണ്ടോ? എന്നാലും നിനക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എങ്കിലോ എന്റെ ഉമ്മ സൂറത്തുൽ ഇഖ്ലാസ് നിനക്ക് പാരായണം ചെയ്യാൻ കഴിയുമോ? സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്തവരാരുമില്ലല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ അറിയാത്തവരില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട്, അല്ലാഹുവേ കണ്ണിന് കാഴ്ച കുറഞ്ഞ വാപ്പാ, അല്ലാഹുവേ എനിക്ക് ഒരുപാട് ഓതാനൊന്നും കഴിയില്ല എന്ന് പറയുന്നവര് സൂറത്തുൽ ഇഖ്ലാസ് നിനക്ക് പാരായണം ചെയ്യാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് അവിടുന്ന് പാരായണം ചെയ്താൽ, ആർക്കെങ്കിലും അവിടുന്ന് സൂറത്തുൽ ഇഖ്ലാസ് അവിടുന്ന് പാരായണം ചെയ്താൽ ഖസ്റൻ മിനൽ ജന്ന. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയോ, അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമോ? ബനല്ലാഹു ഖസ്റൻ മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം അവന് അല്ലാഹു തആല പണിഞ്ഞു കൊടുക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ് അവിടുന്ന് സ്വർഗ്ഗത്തിന് കൊട്ടാരം വേണോ? മരിക്കുന്നതിന് മുമ്പ്, ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ മറമാടുന്നതിന് മുമ്പ്, ഈ ദുനിയാവിൽ നിന്ന് നമ്മുടെ വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ്, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം വേണോ? സൂറത്തുൽ ഇഖ്ലാസ് നിനക്കറിയാമല്ലോ, സൂറത്തുൽ ഇഖ്ലാസ് നിനക്കറിയാമല്ലോ. ആ സൂറത്തുൽ ഇഖ്ലാസ് അവിടുന്ന് പാരായണം ചെയ്താൽ കൊട്ടാരത്തിൽ അവിടുന്ന് അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം അവിടുന്ന് പണിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓരോ സൂറത്തുകൾക്കും വല്ലാത്ത പ്രതിഫലമോ. നിങ്ങൾ ആരെങ്കിലും അവിടുന്ന് സൂറത്തുൽ മുൽക്ക് അവിടുന്ന് പാരായണം ചെയ്താൽ, ആ സൂറത്തുൽ മുൽക്കിന്റെ പവിത്രത അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്. സൂറത്തുൽ മുൽക്ക് നിത്യമായി പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അവന് ഖബറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അല്ലാഹുവേ ഖബറിലേക്ക് എല്ലാവരും നമ്മളെ കൊണ്ടുവന്ന് തള്ളിയിട്ടു, നമ്മുടെ മുകളിൽ പലക വെച്ചുകൊണ്ട് മണ്ണിട്ടുകൊണ്ട് ചെടി കുത്തി വെച്ചിട്ട് എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്. മക്കൾ അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്, മാതാപിതാക്കൾ അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്, കുടുംബക്കാരും ഭാര്യയും മക്കളും സഹപാഠികളും സുഹൃത്തുക്കളും. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, നമ്മളോട് ഏറ്റവും കൂടുതൽ അടുത്തിരുന്നവര് പോലെ അല്ലാഹുവേ നമ്മുടെ ഖബറിലേക്ക് കൊണ്ടുവന്ന് തള്ളിയിട്ട് അതാ എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്. ആ സമയത്ത് നിനക്ക് ഖബറിൽ ഒരു കൂട്ടുകാരനെ വേണോ? ആ സമയത്ത് നിനക്കൊരു ഖബറിൽ കൂട്ടുകാരനെ വേണോ? എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ആ കൂട്ടുകാരനാണ് സൂറത്തുൽ മുൽക്ക് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു യാത്ര കഴിഞ്ഞുകൊണ്ട് മഹാനവറുകൾ അവിടുന്ന് വരികയാണ്. രാത്രിയായ സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവര് തമ്പടിച്ചു. അവരിങ്ങനെ യാത്ര കഴിഞ്ഞു വരികയാ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു യാത്ര കഴിഞ്ഞിട്ട് കടന്നു വരുമ്പോൾ ഒരു സ്ഥലം എത്തിയപ്പോൾ ഒരു ടെണ്ടടിച്ചിട്ട് തമ്പടിച്ചിട്ട് ഇവിടെ താമസിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പാതിരാത്രിയിൽ അവിടുന്ന് കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കേൾക്കുകയാണ്. തബാറകല്ലദീ ബിയദിഹി, പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കേൾക്കുകയാണ്. മഹാനവറുകൾ അവിടുന്ന് ഓടുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തന്റേതായ കുടിൽ നിന്ന് തമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എല്ലാ ചുറ്റുപാടും അവിടുന്ന് നോക്കുകയാണ്. എല്ലാവരും അവിടുന്ന് നോക്കുകയാണ്. ആരാണ് ഈ പാതിരാത്രി നിന്നുകൊണ്ട് ഖുർആൻ ഓതുന്നത്? എന്റെ കൂടെ യാത്ര ചെയ്യുന്ന
സ്വഹാബാക്കളാണോ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചുറ്റുപാടും നോക്കുകയാണ്. ആരും ഓതുന്നില്ല, ഒരാളും അവിടുന്ന് ഓതുന്നില്ല. വീണ്ടും അവിടെ വന്നുകൊണ്ട് കിടക്കുകയാണ്. വീണ്ടും അതാ അവിടുന്ന് കിടക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അവിടുന്ന് കേൾക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീണ്ടും അതാ ഇറങ്ങി വന്നു നോക്കുകയാണ്. വീണ്ടും അവിടെ വന്ന് കിടക്കുകയാണ്. ആ കിടക്കുന്ന സമയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യങ്ങൾ അവിടുന്ന് കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾക്ക് മനസ്സിലായി ഇത് വേറെ എങ്ങുമൊന്നുമല്ല, ഇത് അല്ലാഹുവേ ഞാൻ കിടക്കുന്നത് ഖബറിന്റെ മുകളിലാണല്ലോ, ഏതോ ഒരു മഹാന്റെ ഖബറിന്റെ മുകളിലാണല്ലോ, ഏതോ ഒരു മഹാന്റെ ഖബറിന്റെ മുകളിലാണല്ലോ. ചെവി വെച്ചുകൊണ്ട് അവിടുന്ന് കേൾക്കുന്ന സമയത്ത് സൂറത്തുൽ മുൽക്കിന്റെ മുഴുവൻ ആയത്തുകളും അവിടുന്ന് ഓതുകയോ, സൂറത്തുൽ മുൽക്ക് അവിടുന്ന് മുഴുവനും ഓതുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് ഓടുകയാണ്. രാവിലെ അതാ റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് വരുമ്പോൾ അതാ ഒരു ഖബറിന്റെ മണ്ടയ്ക്കാണ് അറിയാതെ കൊണ്ടുവന്ന ഞാൻ തമ്പടിച്ചത് നബിയെ. രാത്രിയായപ്പോൾ അതാ അവിടുന്ന് ഖുർആൻ ഓതുകയോ, ആ ഖബറിന്റെതായ ഉള്ളിൽ കിടന്നുകൊണ്ടതാ ഒരു ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടു നബിയെ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഏത് സൂറത്താ ഓതിയത്? യാ റസൂലല്ലാഹ്, സൂറത്തുൽ മുൽക്കാണ് നബിയെ, സൂറത്തുൽ മുൽക്കാണ് നബിയെ. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയോ, സൂറത്തുൽ മുൽക്കാണെങ്കിലോ ആ സൂറത്തുൽ മുൽക്ക് അവന്റെ ഖബറിൽ അവന്റെ കൂട്ടുകാരനോ, സൂറത്തുൽ മുൽക്ക് അവന്റെ ഖബറിൽ കൂട്ടുകാരനോ, ബർസഖിയായ ജീവിതം കഴിഞ്ഞ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുന്നത് വരെ ഖബറിൽ അവൻ ഒറ്റപ്പെട്ടുകൊണ്ടല്ല ജീവിക്കുന്നത്, അവന് പ്രകാശം വരുത്തിയിട്ട് അവനോട് സല്ലപിക്കാനുള്ള കൂട്ടുകാരനാണ് സൂറത്തുൽ മുൽക്ക് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങിക്കോ. ഇതുവരെയും ഖുർആൻ ഓതാൻ കഴിയാത്തവരുണ്ടോ? ഇതുവരെയും ഖുർആൻ തൊടാത്തവരുണ്ടോ? അല്ലാഹുവേ, ഖുർആൻ നമ്മുടെ വീട്ടിലതാ പൊടി പിടിച്ചിരിക്കുകയാണ്. പല്ലിക്കാട്ടം വീണ്, ചലന്തിവല വീണ്, പൊടി വീണ് ഖുർആൻ പൊടി പിടിച്ചിരിക്കുകയാണ്. ഇന്നേ വരെ ഖുർആൻ ഓതാൻ സാധിച്ചിട്ടില്ലോ. അത് പരീക്ഷണമാണ് പെങ്ങള്. അല്ലാഹുവിന്റെ കലാം എടുത്തുകൊണ്ട് പാരായണം ചെയ്യാൻ കഴിയാത്തത് അത് മുസീബത്താണ്, അത് പരീക്ഷണമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം പറഞ്ഞത് എന്താണ്? പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ കിട്ടുന്ന നേട്ടം, നിന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകും, സക്കീനത്തുണ്ടാകും. മാത്രവുമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മൂന്നാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? മൂന്നാമത്തെ പ്രതിഫലം പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വഅദ് അവിടുന്ന് അവസാനിക്കാൻ പോവുകയാണ്. ഈ ഒരു പ്രതിഫലവും കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ വഅദ് അവിടുന്ന് അവസാനിക്കുകയാണ്. അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നീ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കൊണ്ട് ഓതിയാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? ഈ ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? അശ്ശിഫാഉ വറഹ്മാ, ശിഫാഉം റഹ്മയാണ്, രോഗശമനമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ എല്ലാവിധത്തിലുള്ള രോഗത്തിനും അവിടുന്ന് ശിഫയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മാ.
അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചതല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയത് തന്നെ ശിഫയാണല്ലോ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ. അത് ശിഫയാണ്, റഹ്മത്താണ്, കാരുണ്യമാണ്. ഏത് രോഗിയാണോ നിങ്ങൾ, ഏത് രോഗിയായിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്, അല്ലാഹുവേ പലരും അവിടുന്ന് മെസ്സേജ് അയക്കും, ഉസ്താദേ ഒന്ന് ദുആ ചെയ്യണേ, ക്യാൻസർ പിടിച്ചു വല്ലാത്ത അവസ്ഥയിലാണ് ഉസ്താദ്, ക്യാൻസർ രോഗിയാണ്, എന്റെ ഭർത്താവ് ക്യാൻസർ രോഗിയാണ്, എന്റെ മക്കള് ക്യാൻസർ രോഗിയാണ്, അല്ലാഹുവേ പരമാതിരിയുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ദിവസവും നിനക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതാൻ കഴിയുമോ? സൂറത്തുൽ ബഖറ എടുത്തുകൊണ്ട് നീ ഒന്ന് പാരായണം ചെയ്യൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സൂറത്തുൽ ബഖറ നിങ്ങൾ അവിടുന്ന് പാരായണം ചെയ്യൂ. ആമന റസൂൽ എടുത്തുകൊണ്ട് നിങ്ങളൊന്ന് പാരായണം ചെയ്യൂ. ആയത്തുൽ കുർസി എടുത്തുകൊണ്ട് നിങ്ങളൊന്ന് പാരായണം ചെയ്യൂ. നിങ്ങളുടെ കുടുംബത്തിലുള്ള മുസീബത്തുകളും ഇടങ്ങേറുകളും ഷർറുകളും ഉണ്ടല്ലോ, അത് മുഴുവനും അവിടുന്ന് അല്ലാഹു തആല തട്ടിക്കളയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ എന്താ എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്യാൻ ഒരു മടിയാണല്ലോ. മടിയായത് കൊണ്ടാണോ ചെറുപ്പക്കാരോ എന്റെ പെങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് രോഗങ്ങൾ കടന്നു വരുന്നത്, അപകടങ്ങൾ കടന്നു വരുന്നത്, പ്രയാസങ്ങൾ കടന്നു വരുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാത്തിനും അവിടുന്ന് ശിഫയാണ്. ആദ്യം നിന്റെ മനസ്സൊന്ന് നന്നാക്കണം പെങ്ങള്, എന്നിട്ട് അല്ലാഹുവേ അവിടുന്ന് നീയത്ത് വെക്കൂ. എന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്താൽ, അല്ലാഹുവിന്റെ കലാം എടുത്തുകൊണ്ട് പാരായണം ചെയ്താൽ എന്റെ രോഗം ശിഫയാകുമെന്ന് നിന്റെ മനസ്സിൽ ആദ്യം ഒന്ന് നീയത്ത് വെക്കണം പൊന്നുമോള്. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തുകൊണ്ട് നല്ലതുപോലെ സമയമെടുത്തുകൊണ്ട് നീ നോക്കി നോക്കൂ. അല്ലാഹു നിന്റെ രോഗങ്ങൾ മാറ്റി തരുന്നതാണ്. നിന്റെ മക്കളുടെ രോഗം അവിടുന്ന് മാറ്റുന്നതാണ്. നിന്റെ ഭർത്താവിന്റെ രോഗങ്ങൾ അവിടുന്ന് മാറ്റുന്നതാണ്. നിന്റെ ജോലിയിൽ നിന്റെ ഭർത്താവിന്റെ ജോലിയിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാണ്. അല്ലാഹുവേ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ, എല്ലാ കാര്യങ്ങളും അവിടുന്ന് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാവങ്ങള്, എല്ലാ കാര്യങ്ങളും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ചുകൊണ്ട് ഓതുമ്പോൾ ഈ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാ. നീയത്ത് വെക്ക് പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാര്, വല്ലാത്ത വേദനയാണ് ഉസ്താദേ. ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ലോ, നിസ്കരിക്കാൻ കഴിയുന്നില്ല, നോമ്പ് പിടിക്കാൻ കഴിയുന്നില്ലോ. പാതിരാത്രി എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് വരെ നിസ്കരിച്ചവളോ ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ പൊട്ടിക്കരയുന്ന ഉമ്മമാര്, വാപ്പമാര്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ചുകൊണ്ട് നല്ല നീയത്തോടെ, നല്ല നീയത്തോടുകൂടി നീ ഒന്ന് ഓതി നോക്ക് പെങ്ങള്. അല്ലാഹു നിന്റെ രോഗങ്ങൾ അവിടുന്ന് ശിഫയാക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ വശിഫാഉൻ വറഹ്മ വറഹ്മത്തുൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ അത് വെറുതെയല്ല പെങ്ങള്, ഇത് കളിയല്ല, ഇത് തമാശയായിട്ട് പറഞ്ഞതല്ല, ഇത് വെറുതെ ഒരു നേരം പോക്ക് പറഞ്ഞതല്ല. വേണമെങ്കിൽ ചെയ്യ് പെങ്ങള്, വേണമെങ്കിൽ ചെയ്യ് ചെറുപ്പക്കാരോ. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അല്ലാഹു തആല നൽകുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനിയും ഒരുപാട് വിഷയങ്ങളുണ്ട് പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട്. ഇൻഷാ അല്ലാഹ് ഒരു അവസരത്തിൽ പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഒരുപാട് ആൾക്കാർ പല ആവശ്യങ്ങൾ. അല്ലാഹുവേ, ചില ആവശ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരും. ചില ആവശ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരും, ദണ്ണം വരും,
പ്രയാസപ്പെടും. അല്ലാഹുവേ, ഇത്രയും ബുദ്ധിമുട്ടിയാണോ ഓരോരുത്തരും ജീവിക്കുന്നത്? ഇത്രയും രോഗങ്ങളിലാണോ? ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ആ രൂപത്തിൽ രോഗങ്ങൾ, അടിക്കടി രോഗങ്ങൾ വന്നുകൊണ്ട് ജീവിക്കുന്നവർ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ വെച്ച് നമുക്ക് ദുആ ചെയ്യാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പിടിക്കും. അല്ലാഹുവിന്റെ ഖുർആനെ കുറിച്ച് പറഞ്ഞ സദസ്സാണ്. അല്ലാഹുവിന്റെ ഖുർആനെ കുറിച്ച് പറഞ്ഞ സദസ്സാണ്. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആമീൻ പിടിക്കുക. ആ ഖുർആനിന്റെ ബറക്കത്ത് നമുക്ക് ഉണ്ടാകും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الرحم الراحمമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലാഹ്, പടച്ച റബ്ബേ അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിന്റെ ഫضل ബറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിലുടനീളം നീ നൽകണേ അല്ലാഹ്. ആ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ടെന്ന് പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ പരിശുദ്ധമായ ഖുർആന്റെ പ്രകാശം ഞങ്ങളുടെ കൽബിലേക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന ഉമ്മമാര്, വാപ്പമാര്, സഹോദരങ്ങള്, സഹോദരിമാര്, ചെറിയ മക്കളടക്കം ചെറുപ്പക്കാര്, അല്ലാഹുവേ, ഞങ്ങളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളോ അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും രഹസ്യം പരസ്യമായി ചെയ്തു പോയ അപരാധങ്ങളോ അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവേ, ഞങ്ങളുടെ ചെറുപ്പത്തിന്റെ യുവത്വത്തിന്റെ ചുറുചുറുക്കില് അറിയാതെ സംഭവിച്ചു പോയ ഒരുപാട് ഹറാമിയത്തുകളോ മുഴുവനും നീ പുറത്തു മാപ്പാക്കി നൽകണേ അല്ലാഹ്. മുഴുവനും നീ പുറത്തു മാപ്പാക്കി നൽകണേ അല്ലാഹുവേ, കള്ളുകുടിച്ചത്, വ്യഭിചരിച്ചത്, പലിശ തിന്നതോ റബ്ബേ, നിന്റെ മുന്നിലേക്ക് പോലും പറയാൻ കഴിയാൻ ഞങ്ങൾ മടിക്കുകയാണ്. നിന്റെ മുന്നിൽ പോലും പറയാൻ ഞങ്ങൾ മടിക്കുകയാണ് അല്ലാഹുവേ. അത്രയും പോലുമുള്ള തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ എവിടുന്ന് സംഭവിച്ചു പോയ റബ്ബ് അല്ലാഹുവേ, നീ പുറത്ത് മാപ്പാക്കി നൽകണേ അല്ലാഹുവേ. പടച്ചവന് ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ വല്ലാത്ത പ്രയാസമാണ്, ഞെരുക്കമാണ്, ഇടുക്കമാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് റബ്ബേ. ഏത് കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാലും വല്ലാത്ത തടസ്സങ്ങളാണ് അല്ലാഹുവേ. ഞങ്ങളുടെ കച്ചവടങ്ങൾ, ജോലികൾ മുഴുവനും അല്ലാഹുവേ നശിച്ചു കിടക്കുകയാണ് റബ്ബേ. അല്ലാഹുവേ, അതിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്, ഉന്നതി നൽകണേ അല്ലാഹുവേ. സാഹിരീങ്ങളുടെ സിഹറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, മാക്കിരീങ്ങളുടെ മക്കറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ലാഇനീങ്ങളുടെ ലഅനത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കണ്ണേറുള്ളവരുടെ കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, കണ്ണേർ ഖബറിലെത്തിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞതാണല്ലോ. ആ കണ്ണേർ ഞങ്ങളുടെ വിപത്താടു, ആ കണ്ണേറിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹുവേ. ഗൾഫ് രാജ്യങ്ങള് പണിയെടുക്കുന്ന ഒരുപാട് സഹോദരങ്ങള്, സുഹൃത്തുക്കള്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവര് അല്ലാഹുവേ, അവരുടെ ജോലിയിൽ, അവരുടെ ജീവിതത്തില് ഉടനീളം ബറക്കത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭർത്താവാണ്, ഞങ്ങളുടെ കുടുംബമാണ്, മാതാപിതാക്കളാണ്, വർഷങ്ങളായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസി ജീവിതം നയിക്കുകയാണ് അല്ലാഹുവേ. നാട്ടിൽ വരാൻ പോലും കഴിയാതെ കണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികളുണ്ട് റബ്ബേ. അവരുടെ കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ,
പടച്ചവനെ അല്ലാഹുവേ രോഗങ്ങളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവര് പ്രയാസപ്പെടുന്നവര് അല്ലാഹുവേ രോഗിയായി കിടക്കുന്നവര് ക്യാൻസർ പിടിച്ചുകൊണ്ട് കിടക്കുന്നവര് അല്ലാഹുവേ കിഡ്നി സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് ഡയാലിസിസ് ചെയ്യുന്നവര് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ആവാസ സംബന്ധമായ രോഗങ്ങള് അല്ലാഹുവേ നല്ലതുപോലെ സുജൂദ് ചെയ്യാൻ റുകൂ ചെയ്യാൻ പോലും കഴിയാതെ കിടക്കുന്നവര് ഈ സദസ്സിൽ വന്നുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവര് അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ് പരിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞ സദസ്സാണ് അല്ലാഹുവേ നിന്റെ കലാമിനെ കുറിച്ച് പറഞ്ഞ സദസ്സാണ് ആ കലാമിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഫضل ബറക്കത്ത് കൊണ്ട് പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ് പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ് ആഫിയത്ത് നൽകണേ അല്ലാഹ് ആരോഗ്യം നൽകണേ അല്ലാഹ് ദീർഘായുസ് നൽകണേ അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഖബറിലേക്ക് പോകാൻ അല്ലാഹുവേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗ്ഗം കണ്ടുകൊണ്ട് റബ്ബേ സന്തോഷത്തോടെ മരിച്ചു പോകുന്ന സന്തോഷത്തോടെ ഖബറിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ അറ്റാക്ക് പോലുള്ള അപകടങ്ങളെ പോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളോ റബ്ബേ അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ മുസീബത്തുകളെ തൊട്ട് കാക്കണേ തമ്പുരാനെ അല്ലാഹുവേ നിരന്തരമായി ഞങ്ങൾ യാത്ര ചെയ്യുന്നവരാണ് നിരന്തരമായി യാത്ര ചെയ്യുന്നവരാണ് അല്ലാഹ് നിന്റെ ഹിഫ്ദ് നൽകണേ അല്ലാഹ് നിന്റെ ഹിഫ്ദ് നൽകണേ അല്ലാഹ് പടച്ച റബ്ബേ അല്ലാഹുവേ ഞങ്ങളോട് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് കൂടപ്പിറപ്പുകളുണ്ട് ഞങ്ങളെ സഹായിച്ചവരുണ്ട് അല്ലാ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര് വെള്ളം തന്നവര് സഹായിച്ചവര് കൂടെ നിന്നവര് റബ്ബേ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ ഗുരുനാഥന്മാര് മശായിഖന്മാര് അല്ലാ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ മർഹമത്ത് നൽകണേ അല്ലാ ഖബർ വിശാലമാക്കണേ അല്ലാ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാ അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് അല്ലാഹുവേ ഇന്നും ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട് ഇന്നും ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളില് അല്ലാഹുവേ എല്ലാ സമയങ്ങളും ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവര് സഹായിക്കുന്നവര് കൂടെ നിന്നവര് ഞങ്ങളെ നല്ല വാക്കുകളെ കൊണ്ട് സന്തോഷിപ്പിച്ചവര് പടച്ച റബ്ബേ ഈ പ്രഭാഷണങ്ങളെല്ലാം ലോകത്തിലേക്ക് എത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബുറാഖ് മീഡിയ ഷാനവാസിക്കോ നീ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ ആരോഗ്യം നൽകണേ തമ്പുരാനെ അല്ലാഹുവേ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ് അപകട മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ് പെട്ടെന്നുള്ള മരണങ്ങളെ മുസീബത്തുകളെ സിഹറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ് ശത്രുക്കളുടേതായ ശത്രുതയെ തൊട്ട് നീ കാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദീനീ ഖിദ്മത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ് ദീനീ ഖിദ്മത്ത് സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് കുടുംബത്തോടെ എല്ലാവരുമായി ഒന്നിച്ചു പോയിട്ട് ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാൻ നിന്റെ മഹത്തുക്കളുടേതായ ഓരോ ഖബറുകളിലേക്കും ചെന്നുകൊണ്ട് സിയാറത്ത് ചെയ്യാൻ അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين